എങ്ങനെ 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 സിദ്ധാർത്ഥ് എന്താ പറഞ്ഞേ? തോറ്റുപോയ മനുഷ്യൻ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? മതി 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 മതി. അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ ദൈവമേ. കണ്ടിരുന്നെങ്കില് എന്റെ മോള് മരിച്ച ദുഃഖം ഞാൻ കുറച്ച് നേരത്തെ മറന്നേനെ. അല്ല ചന്ദ്രേ, പ്രകാശ് പറഞ്ഞത് കേട്ടില്ലേ? രജനിയുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താനുള്ള അവസ്ഥ ഇപ്പൊ ചന്ദ്രത്തില്ലെന്ന്. അല്ല അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ വെച്ച് നടത്തിയ പോരെന്ന്. ഓ പ്രകാശേ, ഈ ജീവിത സാഫല്യം എന്നൊക്കെ പറയാറില്ലേ? അതെന്താണെന്ന് ദാ ഇപ്പോ ഈ നിമിഷം ഞാൻ അറിയാം. മനസ്സിലാഗ്രഹിച്ചത് നടത്താൻ കഴിഞ്ഞു. അതിനപ്പുറം എന്താ വേണ്ടേ? ഈ ജന്മം സഫലം. പക്ഷെ സാർ, അദ്ദേഹത്തിന്റെ രൂപവും ഭാവമൊക്കെ കണ്ട് വിഷമം തോന്നി. ആകെ വല്ലാതിരിക്കുക. പ്രകാശ് അങ്ങനെ സഹതാപമൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു അരിവ് വരികയാണെങ്കിൽ പ്രകാശ് വരച്ച എന്റെ മോളുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയാ മതി. അപ്പൊ ദേ ഞങ്ങളോടാവും. ബാലു പറയുന്നത് നേരാ പ്രകാശ്. എന്റെ മനസ്സും കല്ലായി കഴിഞ്ഞു. മീരമോളുടെ ജീവൻ എടുത്തതിന് ചന്ദ്രോത്തുകാർ അവരുടെ ജീവിതം കൊണ്ട് ഉത്തരം പറയണം. സാറിന്റെ മേഡത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിദ്ധാർത്ഥൻ സാറ് പോയി കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഗിരിയേട്ടനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഗിരിയോട് പറ ഇനി ആ വീടുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന്. വേറെ കല്യാണം നോക്കാൻ പറ. ചന്ദ്രോത്തുകാരെ കരയുന്നത് കണ്ട് പ്രകാശ് എന്നോട് ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് വരാൻ പാടില്ലായിരുന്നു. പ്രകാശ് വന്നാലും ഒരു പരിഗണനയും ഞാൻ ചന്ദ്രോത്തുകാർക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു ഔദാര്യം ഞാൻ ഒരിക്കലും അഭ്യർത്ഥിക്കില്ല സർ. സാറും മേഡവും അനുഭവിച്ച വേദനയ്ക്ക് ഒരു പ്രതികാരവും അധികമാവില്ല. ദേവിക ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? അവളും മാളത്തിന്ന് പുറത്തു വരും. ചന്ദ്രോത്തുകാര് തെരുവാധാരമായി എന്നറിയുമ്പോ അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. വൈകാതെ ഞാൻ CM-നെ നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് വസുന്ധരയെ ഞാൻ നേരിട്ടൊന്ന് വിളിപ്പിക്കുന്നുണ്ട്. എന്താ അവൾക്ക് പറയാനുള്ളതെന്ന് ഞാനൊന്നറിയട്ടെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാഡം, ഞങ്ങൾ KK ഫിനാൻസിൽ നിന്നാണ് വരുന്നത്. ഇവിടെയുള്ള കാറുകൾ കൊണ്ടുപോകാനാണ് വന്നത്. ഈ ചന്ദ്രോത്ത വണ്ടികൾ നിങ്ങൾ കൊണ്ടുപോവോ? എന്നാലും ഒന്ന് കാണണമല്ലോ. 1 മണിക്കൂറിനുള്ളിൽ കുടിശ്ശികകൾ സെറ്റിൽ ചെയ്താൽ കാറുകൾ ഇവിടെ കിടക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ കാറുകൾ നിങ്ങൾ കൊണ്ടുപോവോ? ഓ, സംശയം എന്താ മാഡം, കൊണ്ടുപോകും. കമ്പനി അക്കൗണ്ടിലേതാണ് വണ്ടികൾ. നിങ്ങൾ ബലരാമനോട് പോയി ചോദിക്കേ. വണ്ടികളുടെ EMI കമ്പനിയിൽ നിന്നും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ന്യായമൊന്നും പറയണ്ട. ന്യൂസ് വീട്ടേണ്ടത് സിദ്ധാർത്ഥൻ സാറാ. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടികൾ കൊണ്ടുപോകും. പ്രഭാവതി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബലമായിട്ട് കൊണ്ടുപോവോ? അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അതൊന്നും അറിയണം. എന്താ എന്താ നന്ദാ, ഇവര് നമ്മുടെ വാഹനങ്ങൾ സീസ് ചെയ്യാൻ പോവാ. സാർ ഇത് നോക്കണം. ഇതെല്ലാം കാറുകളുടെ ഡ്യൂസാ. എല്ലാ കാറുകളും ഡ്യൂസാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.